ചപ്പാത്തി ബാക്കിയാവുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം. അപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ 3ഓ 4 നിങ്ങളുടെ കയ്യിൽ എത്രയുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ 3 ചപ്പാത്തിക്കുള്ള ഒരളവാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ജാറോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ജാറിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക, മാക്സിമം പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു റവേനേക്കാൾ ഇച്ചിരിയും കൂടെ വലിപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നന്നായിട്ട് പൊടിയണമെങ്കിൽ നനവില്ലാത്ത ജാറിൽ ചെയ്താലേ പറ്റുള്ളൂ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി എത്ര വേണോ അത്ര എടുക്കുക. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും അത്രയും തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാനിനകത്തോട്ട് ഞാൻ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1.5 അച്ചുണ്ടാവും. ഒരു മീഡിയം സൈസുള്ള അച്ച് 1.5 എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഉരുക്കിയെടുക്കുക. വെള്ളം കൂടി പോരുത്. അപ്പോൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഉരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇത് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ആ ഒരു നെയ്യൊക്കെ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ചൂടോടെ തന്നെ ഞാൻ ആ ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് കൈയിട്ടിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ആ ഒരു ശർക്കര എല്ലാവരുടെയും ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിനി കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെറുതെ പറയല്ല കേട്ടോ, എന്തായാലും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈകുന്നേരം കുട്ടികളൊക്കെ വരുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ എന്ന് നിലക്കിയിട്ടുള്ള റെസിപ്പീസ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ലഡുവാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഹാർഡായിട്ട് വരും, ശർക്കര ആയതുകൊണ്ട് തന്നെ. എന്നാൽ ഒരുപാട് ഹാർഡല്ല, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.